Dear students, chemistry first chapter നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Some basic concepts of chemistry. Next, definition of chemistry. എന്താണ് chemistry? Chemistry deals with the composition, structure, properties and interaction of matter. Matter, ദ്രവ്യം. മാറ്ററിൻ്റെ പ്രോപ്പർട്ടീസ്, ഗുണങ്ങൾ, സ്ട്രക്ചർ, അതിൻ്റെ ആകൃതി, കോമ്പോസിഷൻ, അതിൻ്റെ ഘടന, ഇൻ്ററാക്ഷൻ, മാറ്ററുകൾ തമ്മിലുള്ള പ്രവർത്തനങ്ങൾ, പ്രതിപ്രവർത്തനം, ഇവയെക്കുറിച്ചെല്ലാം വിശദമാക്കുന്ന ശാസ്ത്രശാഖയാണ് കെമിസ്ട്രി എന്ന് പറയുന്നത്. കെമിസ്ട്രി ഡീൽസ് വിത്ത് ദ കോമ്പോസിഷൻ, സ്ട്രക്ചർ, പ്രോപ്പർട്ടീസ് ആൻഡ് ഇൻ്ററാക്ഷൻ ഓഫ് മാറ്റർ. കുറച്ചും കൂടെ ബേസിക് ലെവലിലേക്ക് നമ്മൾ പറയുകയാണെങ്കിൽ, കെമിസ്ട്രി ഈസ് ദ സയൻസ് ഓഫ് മോളിക്യൂൾസ് ആൻഡ് ദെയർ ട്രാൻസ്ഫർമേഷൻസ്. കെമിസ്ട്രി ഈസ് ദ സയൻസ് ഓഫ് മോളിക്യൂൾസ് ആൻഡ് ദെയർ ട്രാൻസ്ഫർമേഷൻസ്. മോളിക്യൂൾസിൻ്റെയും അവയുടെ ട്രാൻസ്ഫർമേഷൻ, പരിവർത്തനങ്ങളുടെയും കൂടെ ശാസ്ത്രമാണ് കെമിസ്ട്രി എന്ന് പറയും. കെമിസ്ട്രി ഈസ് ദ സയൻസ് ഓഫ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം? സയൻസ് ഓഫ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. ആറ്റങ്ങളുടെയും മോളിക്യൂൾസിൻ്റെയും സയൻസാണ് കെമിസ്ട്രി എന്ന് പറയും. നെക്സ്റ്റ്, why chemistry is called the science of atoms and molecules? കെമിസ്ട്രി എന്തുകൊണ്ടാണ് ആറ്റങ്ങളുടെയും മോളിക്യൂൾസിൻ്റെയും ശാസ്ത്രമെന്ന് വിളിക്കുന്നത്? We know that chemistry deals with the composition, structure and properties of matter. But these aspects can be best described and understood in terms of basic constituents of matter, atoms and molecules. മാറ്ററിൻ്റെ ബേസിക് കോൺസ്റ്റിറ്റ്യൂൻ്റ്, അടിസ്ഥാന ഘടകങ്ങളായിട്ടുള്ള ആറ്റങ്ങളുടെയും മോളിക്യൂൾസിൻ്റെയും ടേമിൽ മാത്രമേ നമുക്ക് മാറ്ററിൻ്റെ പ്രോപ്പർട്ടീസും സ്ട്രക്ചറും കോമ്പോസിഷനും നമുക്ക് മനസ്സിലാക്കാനും വിശദമാക്കാനും സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് കെമിസ്ട്രിയെ ആറ്റങ്ങളുടെയും മോളിക്യൂൾസിൻ്റെയും ശാസ്ത്രമെന്ന് വിളിക്കുന്നത്. കെമിസ്ട്രി ഡീൽസ് വിത്ത് ദ കോമ്പോസിഷൻ, സ്ട്രക്ചർ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. These aspects can be best understood and described in terms of basic constituents of matter, atoms and molecules. Next, importance of chemistry. എല്ലാ ഫീൽഡിലും നിങ്ങൾക്ക് അസൈൻമെൻറ്റ് ഞാൻ തന്നതാണ്. ഇമ്പോർട്ടൻസ് ഓഫ് കെമിസ്ട്രിയെക്കുറിച്ച് ഒരു അസൈൻമെൻറ്റ് എഴുതാനായിട്ട് തന്നു. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പിക്ചേഴ്സിലെ ക്ലാസ്സിലും നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് ടീച്ചർ തന്നിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഞാനൊന്ന് സൂചിപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ. ഇത് നോട്ടിലേക്ക് പകർത്തി എഴുതണ്ട, നിങ്ങൾ ടെക്സ്റ്റ് ഒന്ന് വായിച്ചാൽ മാത്രം മതി. ഇതൊന്ന് വായിക്കുക, ടെക്സ്റ്റും കൂടെ ഒന്ന് വായിച്ച് വെക്കുക. ബാക്കി പഠിക്കാനുള്ളത് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് വരുന്നത് എന്താണെന്നുള്ളത് ഈ ചാപ്റ്റർ കഴിയുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് കെമിസ്ട്രി കുറച്ചും കൂടെ വിശദമാക്കി ഞാൻ മനസ്സിലാക്കി തരാം. ഇപ്പോൾ കെമിസ്ട്രി പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ അവർ ഡെയിലി ലൈഫ്. ഇറ്റ് ഹാസ് ഹെൽപ്പ് അസ് ടു മീറ്റ് ഓൾ അവർ റിക്വയർമെൻറ്റ്സ് ഫോർ എ ബെറ്റർ ലൈഫ് സച്ച് ആസ് ഫുഡ്, ഗുഡ് ഹെൽത്ത്, കംഫർട്ട്സ് എക്സെട്ര. നമ്മുടെ ആഹാരം, നമ്മുടെ നല്ല ആരോഗ്യം, നമ്മുടെ സുഖസൗകര്യങ്ങൾ, കംഫർട്ട്സ്, നമുക്ക് വേണ്ട എല്ലാ റിക്വയർമെൻറ്റ്സും ഇതിനകത്ത് എല്ലാം കെമിസ്ട്രിയുടെ ഒരു പങ്ക് ഉണ്ട്. വിത്തൗട്ട് ദ നോളജ് ഓഫ് കെമിസ്ട്രി അവർ ലൈഫ് വുഡ് ഹാവ് ബീൻ വെരി ഡൾ ആൻഡ് ഡെയർ. അപ്പോൾ കെമിസ്ട്രി കൂടാതെ, കെമിസ്ട്രിയെക്കുറിച്ചുള്ള അറിവ് നമുക്കില്ല എങ്കിൽ നമ്മുടെ ജീവിതം വളരെ ഡള്ള് ആയിരിക്കും. ഡിഫറെൻ്റ് ഏരിയാസ്, പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസ് മാത്രമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നുള്ളൂ. ഡിഫറെൻ്റ് ഏരിയാസ്: സപ്ലൈ ഓഫ് ഫുഡ്, കോൺട്രിബ്യൂഷൻ ടു ബെറ്റർ ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ, saving the environment,
ഇൻക്രീസ് ഓഫ് കംഫർട്ട്സ്, പ്ലഷേഴ്സ് ആൻഡ് ലക്ഷറീസ്, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ന്യൂക്ലിയർ ഓർ അറ്റോമിക് എനർജി, ഇൻ ഇൻഡസ്ട്രി, ഇൻ വാർ. ഈ മേഖലകളിലെല്ലാം കെമിസ്ട്രി നല്ലൊരു പങ്ക് വഹിക്കുന്നുണ്ട്.